പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വയറു പൊട്ടാറായേ. ഈ കഥ കേൾക്കൂ. ഹായ്, എന്തൊരു രുചിയാ! തിന്നിട്ടും മതിയാവുന്നില്ല. അണ്ണാൻകുട്ടൻ ചില്ലു മാമ്പഴം കടിച്ചീമ്പി തിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ചപ്പിക്കുടിയൻ മാങ്ങ തിന്നാൻ എന്തൊരു രസമാണേ, ആഹാഹാ. മാങ്ങകൾ ഇന്നു കഴിച്ചു വയറുതു പൊട്ടാറായല്ലോ, ആഹാഹാഹാഹാഹാ. ചില്ലു ഉറക്കെ പാടിക്കൊണ്ട് വീണ്ടും മാങ്ങകൾ കടിച്ചു തിന്നു. ചില്ലുവിൻ്റെ തീറ്റ കണ്ട് തൊട്ടടുത്ത മരക്കമ്പിലിരുന്ന് കുരങ്ങപ്പൂപ്പൻ പറഞ്ഞു, ചില്ലുക്കുട്ടാ കുഞ്ഞുമോനെ, ആർത്തി വേണ്ട പൊന്നുമോനെ, ആർത്തിയോടെ മാങ്ങ തിന്നാൽ വീർത്തുവയർ പൊട്ടിപ്പോകും. മോനെ, ആവശ്യത്തിലധികമായി നീ തിന്നുന്നു. ഇത് അപകടമാണ്, വയറിന് കേടാണ്. ഒന്നും മിണ്ടാതിരിക്കെൻ്റെ അപ്പൂപ്പ. ചക്കരമാവ് ആദ്യമായി കായ്ച്ചതാണ്. പൂത്ത് കായ്ച്ച് കാത്തിരുന്ന പഴങ്ങളുണ്ടായപ്പോൾ തിന്നാതിരിക്കുന്നത് എങ്ങനെ? സംഗതി ശരി തന്നെ, എങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? മതി തിന്നത്, കാക്കച്ചി അമ്മയും പറഞ്ഞു. ചില്ലു അതൊന്നും കേട്ടില്ല. കുറേ മാമ്പഴങ്ങൾ കൂടി അവൻ കടിച്ചീമ്പി തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില്ലുവിന് വയറ് പൊട്ടുമെന്ന അവസ്ഥയായി. വയറ് നിറഞ്ഞിട്ട് അവൻ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത സ്ഥിതിയായി. ചില്ലു ഉറക്കെ നിലവിളിച്ചു, അയ്യോ അയ്യോ അയ്യോ, വയറിത് പൊട്ടാറായല്ലോ, കൊതി കൊണ്ടങ്ങനെ തിന്നു നിറച്ചു, മതിയോ മതിയേ. കരയുന്ന അണ്ണാറക്കണ്ണനെ കണ്ട് ചിരിച്ചുകൊണ്ട് കുരങ്ങപ്പൂപ്പൻ ചോദിച്ചു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അപ്പൂപ്പൻ മരത്തിൽ നിന്നിറങ്ങി ചില പച്ചമരുന്നുകൾ പറിച്ച് ചാറു പിഴിഞ്ഞ് അണ്ണാറക്കണ്ണൻ്റെ മൂക്കിലും വായിലും ഒഴിച്ചു കൊടുത്തു. അണ്ണാറക്കണ്ണൻ 2-3 വട്ടം തുമ്മി. എന്നിട്ട് ശരവേഗത്തിൽ ഒരൊറ്റ ഓട്ടം. കാട് ചുറ്റി ഓടി നടന്ന് തിരിച്ചെത്തി മരച്ചുവട്ടിൽ തളർന്നു വീണ് കിടന്നുറങ്ങി. ഉറക്കം തെളിഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി. ഹാവൂ, വയറുവേദന മാറി. അത് കണ്ട് കാക്കച്ചി അമ്മയും കുരങ്ങപ്പൂപ്പനും ചിരിച്ചു. അണ്ണാറക്കണ്ണൻ കൂടെ ചിരിച്ചു.